ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു വാർത്ത അടിസ്ഥാനമാക്കിയാണ്. താമരശ്ശേരി പോത്തിനെ തീറ്റിക്കുന്നതിനിടെ മധ്യവയസ്കന് പാമ്പ് കടിയേറ്റു. കടിച്ച പാമ്പിനെ കവറിലാക്കി ആശുപത്രിയിലെത്തി. ഏഷ്യാനെറ്റ് ന്യൂസ് വഴി ഡെയിലി ഹണ്ടിൽ കണ്ട ഒരു വാർത്തയാണ്. ഇന്നത്തെ വിഷയം ഇതാണ്: പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ പാമ്പിനെയുമായി ആശുപത്രിയിലെത്തേണ്ട ആവശ്യമുണ്ടോ? എന്തൊക്കെയാണ് പാമ്പ് കടിയുടെ ലക്ഷണങ്ങൾ? എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? ഇതാണ് ഇന്നത്തെ വിഷയം. വേനൽക്കാലമായതോടുകൂടി കേരളത്തിൽ പാമ്പ് കടി ഏറ്റ് വരുന്നവരുടെ എണ്ണവും അതുമൂലമുള്ള മരണവും വളരെ കൂടിയിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് കേരളത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട പാമ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 4 തരം പാമ്പുകളാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. ഒന്ന് നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള മൂർഖൻ പാമ്പ്, നമ്മൾ കോബ്ര. ഇതിനെ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഗാന്ധി കണ്ണടയുടെ രീതിയിലുള്ള ഈ ഷേപ്പും അതിൻ്റെ പത്തി വിടർത്തിയുള്ള പൊസിഷനും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. രണ്ടാമത് കാണുന്നത് പ്രധാനപ്പെട്ട ഒരു പാമ്പാണ് വെള്ളിക്കട്ടൻ, ശംഖുവരയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പാമ്പ്. ഇത് സാധാരണ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ജനങ്ങൾ താമസിക്കുന്ന ഏരിയകളിലാണ് ഇത് കൂടുതലായിട്ട് കാണുക. കട്ടിലും ബെഡിലും തലയണയിലും ഒക്കെ കിടക്കാം. ഇത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടില്ല. നല്ല കറുപ്പ് നിറം, അതിൽ മോതിരത്തിൻ്റെ റിങ് പോലെ വെളുത്ത വരകളുള്ള, അതിനാൽ ഇതിനെ മോതിരവളയൻ എന്ന് പറയും. പിന്നെയുള്ളത് അണലിയാണ്. നമ്മൾ ചേനത്തണ്ടൽ, പൊതുവെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന വണ്ണമുള്ള പാമ്പാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇനത്തിൽപ്പെട്ട ഒന്നാണ് സോസ്കെയിൽഡ് വൈപ്പർ. ഇപ്പം പ്രധാനമായിട്ടും 2 തരം പാമ്പുകളാണ്. മൂർഖനും ശംഖുവരയനും നമ്മുടെ നാഡീ വ്യവസ്ഥയാണ് അതിൻ്റെ വിഷം ബാധിക്കുന്നത്. ഈ അണലി വർഗത്തിൽപ്പെടുന്നത് ഹീമറ്റോക്സിക് എന്ന് പറയും. അത് രക്തം കട്ടപിടിക്കാതെ ഉണ്ടാകുന്ന വിഷമങ്ങളോ കിഡ്നിയെ ബാധിക്കുക മുതലായ കാര്യങ്ങളാണ് അതിൻ്റെ ലക്ഷണം. അപ്പം നമ്മൾ പറഞ്ഞ പ്രധാനമായിട്ട് അണലി, മൂർഖൻ, വെള്ളിക്കട്ടൻ, സോസ്കെയിൽഡ് വൈപ്പർ, ഇത്രയാണ് നമ്മൾ സാധാരണ കാണുന്ന പാമ്പുകൾ. ഇനി പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അത് വിഷമുള്ളതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും? ഈ കടിയേറ്റ പാടുകളും അവിടെ ഉണ്ടാകുന്ന പല ലക്ഷണങ്ങളും കാരണം, അതായത് ബൈറ്റ് മാർക്സും ലോക്കൽ റിയാക്ഷനും മൂലം പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബൈറ്റ് മാർക്കാണ്. ബൈറ്റ് മാർക്കിൽ വിഷമുള്ള പാമ്പ് കടിക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം 2 ഷാർപ്പായിട്ടുള്ള 2 മാർക്കുകൾ കാണാം. ഇത് വിഷമുള്ള പാമ്പിൻ്റെ ലക്ഷണമാണ്. അതേസമയം വിഷമില്ലാത്ത പാമ്പാണെങ്കിൽ നമ്മൾ സാധാരണ കാണുന്നത് ഇതാണ്. പാമ്പിൻ്റെ വിഷമില്ലാത്ത പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആകൃതിയിൽ പല ഇവിടെ നമുക്ക് കാണാം ഇങ്ങനെയുള്ള കുത്തു പോലുള്ള പാടുകൾ. ഇതിന് കാരണം വിഷമുള്ള പാമ്പുകൾക്ക് ഈ കടിക്കുന്നതിനുള്ള 2 മുള്ളു പോലെയുള്ള പല്ലുകളുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഈ ഷാർപ്പായിട്ടുള്ള 2 പാടുകൾ കാണുന്നത്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു ലോക്കൽ റിയാക്ഷൻ. ഈ അണലിയും മൂർഖനും കടിച്ച ഭാഗത്ത് അതികഠിനമായ വേദന, നീർവീക്കം മുതലായവ കാണും. ഇത് കാണാൻ നമുക്കറിയാം, ഇവിടെ കടിച്ച ഭാഗത്ത് കാര്യമായ നീരുണ്ടായിട്ടുണ്ട്. ഇത് സാധാരണ അണലിയും മൂർഖനും കടിക്കുമ്പോഴാണ്. പ്രത്യേകം അറിഞ്ഞിരിക്കുക, ശംഖുവരയും കടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് യാതൊരു പാടും കാണണമെന്നില്ല, തിരിച്ചറിയാതെ പോവുകയും ചെയ്യാം. പലപ്പോഴും ഇത് രാത്രിയിലാണ് കടിക്കുക. രോഗലക്ഷണങ്ങൾ വരുമ്പോൾ മാത്രമേ നമ്മൾ തിരിച്ചറിയുള്ളൂ. അപ്പം വെള്ളിക്കെട്ടൻ കടിയേറ്റ ഭാഗത്ത് വേദനയോ തടിപ്പോ ഉണ്ടാകണമെന്നില്ല, ഉറക്കത്തിലാണ് സംഭവിക്കുക. ഇതുകൊണ്ടുള്ള അപകട സാധ്യതയും വളരെ കൂടുതലാണ്. ഇനി എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ നോക്കാം. മൂർഖന് കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെയാണ് ലക്ഷണങ്ങൾ വരിക. ഏതാണ്ട് 15-30 മിനിറ്റിനുള്ളിൽ കടിയേറ്റ ഭാഗത്ത് അസഹ്യമായ വേദന, ചിലപ്പം രക്തം പൊടിയാം. 30 മിനിറ്റ് 1 മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ വിഷം നമ്മുടെ ഞരമ്പുകളെയാണ് ബാധിക്കുക. ആളിന് കാഴ്ച മങ്ങൽ, തലകറക്കം, ശരീരത്തിന് ക്ഷീണം, കഴുത്ത് നേരെ പിടിക്കാൻ വയ്യായ്ക മുതലായ ലക്ഷണങ്ങൾ വരാം. പിന്നെ ആ ഭാഗത്ത് നീര് മുകളിലേക്ക് വ്യാപിക്കുകയും ചെയ്യാം.
ഒരു 6 മണിക്കൂർ 1 മണിക്കൂർ മുതൽ 6 മണിക്കൂറിനുള്ളിലാണ് ശ്വാസതടസ്സം. ഇത് ന്യൂറോടോക്സിക് ആയിട്ടുള്ള മൂർഖൻ്റെയും ശംഖുവരേൻ്റെയും പ്രധാന ലക്ഷണമാണ്. ഈ അണലി വർഗത്തിൽപ്പെട്ട പാമ്പുകളാണെങ്കിൽ ഈ സമയത്തിനുള്ളിൽ രക്തം ഛർദ്ദിക്കാം, കടിച്ച ഭാഗത്തു നിന്നും രക്തം പൊടിയാം, പല്ലിനിടയിൽ നിന്ന് കണ്ണിനകത്ത്, മൂക്കിൽ, മൂത്രത്തിൽ രക്തം പോവുകയും ചെയ്യാം. ഇനി സിസ്റ്റമിക് സിംറ്റംസ് എന്ന് പറയും. അത് മറ്റ് ശാരീരിക ലക്ഷണങ്ങൾ: വയറുവേദന, ഛർദി. ശരീരത്തിൽ വിഷം പടരുമ്പോൾ ഓരോ പാമ്പിനും വ്യത്യസ്തമായ ലക്ഷണങ്ങളാണ് കാണുന്നത്. ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന വിഷം. ഇത് ഞാൻ പറഞ്ഞു, മൂർഖനാണ് പ്രധാനമായിട്ട് വരിക. കൺപോളകൾ തൂങ്ങുക. ഇത് കണ്ടു, ഇവിടെ നമുക്ക് മനസ്സിൽ കാണാം. ഈ വ്യക്തിയുടെ കൺപോളകൾ തൂങ്ങി, കണ്ണടഞ്ഞ് കോങ്കണ്ണ് പോലെ വരാം. ആ സമയത്താണ് കണ്ണിന് മങ്ങൽ പോലെ വരിക, രണ്ടായിട്ട് കാണുക മുതലായ ലക്ഷണങ്ങൾ കാണുക. ഇനി ഞാൻ പറഞ്ഞു, അണലിവർഗം രക്തത്തെ ബാധിക്കുന്നതാണ്. മുറിവിൽ നിന്ന് രക്തം തുടർച്ചയായിട്ട് പോവുക, അത് നിലയ്ക്കാതെ വരിക, മൂത്രത്തിലൂടെ രക്തം പോവുക, ശരീരത്തിൽ ചുമന്ന പാടുകൾ വരിക മുതലായ ലക്ഷണങ്ങൾ ഉണ്ടാവുക. ഈ വൃക്കകളുടെ തകരാറ് വരിക എന്നുള്ളത് അണലി പാമ്പിൻ്റെ വിഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പലപ്പോഴും ഹോസ്പിറ്റലിൽ വരുമ്പോൾ ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഡയാലിസിസ് വേണം. അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പാമ്പിൻ്റെ വിഷം നമുക്ക് ഡയാലിസ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. പാമ്പ് വിഷം മൂലം കിഡ്നിക്ക് തകരാറ് വരികയാണെങ്കിൽ മാത്രമേ ഡയാലിസിൻ്റെ ആവശ്യമുള്ളൂ. അത് 1-2 ദിവസത്തിന് ശേഷമായിരിക്കും. ആയതിനാൽ ഏത് ഹോസ്പിറ്റലിലും ആൻറ്റിവെനം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് പാമ്പ് വിഷത്തിനുള്ള ചികിത്സ നൽകാൻ സാധിക്കും. ഇനി പാമ്പ് കടിയേറ്റാൽ എന്താണ് ചെയ്യേണ്ടത്? സമാധാനമായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പരിഭ്രാന്തി വരരുത്. പരിഭ്രാന്തി വരുമ്പോൾ എന്ത് പറ്റും? ഹൃദയമിടിപ്പ് കൂടും, രക്തോട്ടം വർദ്ധിക്കുകയും വിഷം മറ്റ് സ്ഥലത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പിന്നെ കടിയേറ്റ ഭാഗം അധികം ചലിപ്പിക്കരുത്. കൈകാലുകളിലാണെങ്കിൽ ഒരു സ്പ്ലിൻറ്റ്, ഒരു പീസോ ഒരു സ്കെയിലോ അല്ലെങ്കിൽ ഒരു കമ്പോ മറ്റോ ഉപയോഗിച്ച് കെട്ടിവെച്ച് കഴിഞ്ഞാൽ അനങ്ങാതിരിക്കാൻ നല്ലതാണ്. യാതൊരു കാരണവശാലും നടക്കരുത്. രോഗിയെ കഴിയുന്നതും എടുത്തുകൊണ്ട് വരാൻ ശ്രമിക്കുക. ആഭരണങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വള, മോതിരം, വാച്ച് മുതലായവ ഉണ്ടെങ്കിൽ അത് ഊരി മാറ്റണം. കാരണം കടിച്ച ഭാഗത്ത് നീര് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് ബുദ്ധിമുട്ട് വരും. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ഈ കടിച്ച പാമ്പിനെ നമ്മൾ പിടിക്കേണ്ട ആവശ്യമുണ്ടോ? യാതൊരു കാരണവശാലും അതിനുവേണ്ടി സമയം കളയരുത്. കാരണം 2 പ്രശ്നമാണ്. ഒന്ന്, പാമ്പിൻ്റെ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്തല്ല പാമ്പ് വിഷത്തിനുള്ള ചികിത്സ കൊടുക്കുക. പാമ്പിൻ്റെ വിഷം ശരീരത്തിലുണ്ടെങ്കിൽ അതിനുള്ള ആൻറ്റിവെനം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഇവിടെയുള്ള ആൻറ്റിവെനം ഒരിക്കലും പാമ്പിനെ സ്പെസിഫിക് അല്ല. പാമ്പിനെ കണ്ടുകൊണ്ട് അതിന് എതിരായിട്ടുള്ള വിഷമല്ല കൊടുക്കുന്നത്. എല്ലാ പാമ്പുകൾക്കും കോമൺ ആയിട്ട് കൊടുക്കാവുന്ന ആൻറ്റിവെനം ആയതിനാൽ പാമ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല. 2, ഈ പാമ്പിനെ പിടിക്കാൻ പോകുന്ന സമയം കൊണ്ട് വളരെ അടിയന്തരമായ ആശുപത്രിയിലെത്തേണ്ട സമയമാണ് നഷ്ടപ്പെടുന്നത്. 3, കടിച്ച പാമ്പായിരിക്കണമെന്നില്ല പിടിച്ചുകൊണ്ട് വരുന്നത്. 4, ആ സമയത്ത് ഈ പാമ്പിൽ നിന്ന് വീണ്ടും കടി കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. പിന്നെ മുറിവ് കീറാനോ വിഷം വായ വെച്ച് സക്ക് ചെയ്ത് കളയാനോ ശ്രമിക്കരുത്. കട്ടിയുള്ള തുണി കൊണ്ട് ടൈറ്റായിട്ട് കെട്ടുന്നൊരു സ്വഭാവമുണ്ട്. അതായത് നമ്മൾ ടൂണിക്ക എന്ന് പറയും. ഇത് ആ അവയവത്തിലേക്കുള്ള രക്തോട്ടം കുറയാനും നശിച്ചു പോകാനും സാധ്യതയുണ്ട്. അതിനാൽ ടൂണിക്കയുടെ ആവശ്യമില്ല. പച്ചമരുന്ന്, മന്ത്രവാദം മുതലായ പരീക്ഷിച്ച് സമയം കളയരുത്. മദ്യം, സോഡ മുതലായ പാനീയങ്ങൾ നൽകരുത്. ഇനി എന്താണ് പ്രതിരോധ മാർഗങ്ങൾ? പ്രധാനമായിട്ട് രാത്രി കാലങ്ങളിൽ നടക്കുമ്പോൾ ടോർച്ച് നിർബന്ധമായി ഉപയോഗിക്കുക. വീടിന് ചുറ്റുമുള്ള കാടും പടലവും വെട്ടി സൂക്ഷിക്കുക. വിറകെടുക്കുമ്പോഴും കല്ലുകൾ മാറ്റുമ്പോഴും ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമുക്ക് പാമ്പ് വിഷം നമ്മുടെ ശരീരത്തിൽ പാമ്പിൻ്റെ കടി കിട്ടാതിരിക്കാനുള്ള പ്രധാന മാർഗങ്ങൾ. ഈ വിഷയം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സേറ്റ് യു.